തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ പ്രിയരും ദൈവത്താൽ അനുഗ്രഹീതരും ദൈവത്തിന് ശ്രേഷ്ഠരുമായ എന്നെ കേൾക്കാൻ താല്പര്യരായിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, കർത്തൃദാസന്മാരെ, അനുഗ്രഹീതമായ നല്ല ദിവസത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പുതിയൊരു ദിവസം കൂടി ദൈവം തരുന്നതിനായിട്ട് ദൈവത്തെ വാഴ്ത്തുന്നു. സന്തോഷമുള്ള ഹൃദയത്തോടെ ഈ നല്ല ദിവസം നിങ്ങളുടെ ദൈവത്തിൻ്റെ വചനം പറയാൻ ഞാൻ ഒരുങ്ങുകയാണ്. ഇതിനൊക്കെ ഈ മുഖാന്തരമാകുന്ന കാരണഭൂതനാകുന്ന എൻ്റെ വാഴ്ത്തപ്പെട്ട കർത്താവിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിയും സ്തോത്രവും മഹത്വവും പുകഴ്ചയും ആരാധനയും എല്ലാം അർപ്പിച്ചുകൊണ്ട് വചന കേൾവിക്ക് തൽപരരായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് സ്നേഹാഭിവാദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ആത്മീക ചിന്ത ഏറ്റവും പരിചിതമായിരിക്കുന്നൊരു വാക്യത്തിൽ നിന്ന് ആർക്കൊക്കെയോ വേണ്ടി പരിശുദ്ധാത്മാവിൽ ഒരാത്മീക ദൂത് പങ്കുവയ്ക്കാൻ ഒരുങ്ങുകയാണ്. അതിനാധാരമായി പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 1-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 1-ാമത്തെ വാക്യം. മോശെ മിദ്യാനിലെ പുരോഹിതനും തൻ്റെ അമ്മായപ്പനുമായ യിത്രോവിൻ്റെ ആടുകളെ മേയിച്ചു കൊണ്ടിരുന്നു. അവൻ ആടുകളെ മരുഭൂമിക്കപ്പുറത്ത് ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബ് വരെ കൊണ്ടുചെന്നു. മരുഭൂമിക്ക് അപ്പുറത്ത് ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബ് വരെ ആടുകളെയും കൊണ്ട് മോശ ചെന്നു. വളരെ പരിചിതമായിരിക്കുന്ന വേദവാക്യമാണ്. മരുഭൂമിക്കപ്പുറത്തേക്ക് കടന്ന മോശയുടെ ജീവിതത്തിനകത്ത് ഇങ്ങനെ പല അതിരുകൾ നമുക്ക് കാണാൻ കഴിയും. വേദപുസ്തകം പഠിക്കുമ്പോൾ ഒരു കാലഘട്ടത്തിൽ ഒരു 3 മാസക്കാലം ജനിച്ചിട്ട് വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടി. അന്ന് നിയമപരമായി അപ്പനും അമ്മയും അവനെ വീട്ടിൽ സൂക്ഷിക്കുക. പക്ഷേ കൽപ്പനയുണ്ട്, രാജകീയ ഫറവോന്യ വിളംബരമുണ്ട്. ആൺസന്തതികളെല്ലാം ഇസ്രായേലി കൂടാരങ്ങളിലുണ്ടെങ്കിൽ സൂതികർമ്മങ്ങളെയാക്കി വെച്ചിരിക്കുക, അവരെ കൊന്നുകളയാൻ. 3 മാസം ഒരതിര് കടന്ന് നൈൽ നദിയിലേക്ക്, ആ നദിയിൽ ഒരു പെട്ടകത്തിനകത്ത് എത്ര നേരമെന്ന് എനിക്കറിയില്ല, കുറേ നേരം ജീവനും മരണത്തിനും ഇടയിൽ ഓളങ്ങൾ അലതല്ലുന്ന വലിയ മുതലകൾ വാപൊളിച്ച് കയറി വരുന്ന ആ സാഹസികമായിരിക്കുന്ന വെള്ളത്തിൻ്റെ ഓളപ്പരപ്പിൽ ഒരു പെട്ടകത്തിനകത്ത് മോശ എന്ന കുഞ്ഞ് കുറേ നേരം കിടന്നു. കഥ നിങ്ങൾക്കറിയാലോ. കുറച്ച് നേരം കഴിയുമ്പോൾ ഫറവോൻ്റെ പുത്രി മോശയെ വാരിയെടുത്തു, വീട്ടിൽ കൊണ്ടുപോയി വളർത്തി. 40 വർഷങ്ങൾ കഴിയുമ്പോൾ വീണ്ടും അതിര് കടക്കുകയാണ്. മരുഭൂമിയിലേക്ക്, ആരോരും അറിയാത്ത ഒരു ദേശത്ത് ആട്ടിടയനായി രാജകീയ പ്രതാപത്തിൽ ഫറവോൻ്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെട്ട് ജീവിച്ചു പോന്ന ആ മനുഷ്യൻ ഇന്ന് ആരുമറിയാത്ത ഒരാട്ടിടയനായി മരുഭൂമിയിൽ അലയുകയാണ്. അവിടെയും അതിര് കടക്കുന്നു. മരുഭൂമിയുടെ അതിര് കടന്ന് ദൈവത്തിൻ്റെ പർവ്വതത്തോളം എത്തുന്നു. ആ പർവ്വതത്തിൽ ഒതുങ്ങുന്നില്ല, അവിടെ നിന്നും അതിര് കടക്കുന്നു. ഇങ്ങനെ മോശയുടെ ജീവിതം പരിശോധിച്ചാൽ പല ഘട്ടങ്ങളായി അതിര് കടന്ന് അപ്പുറത്തേക്ക് പോകുന്ന മോശയെ നമുക്ക് കാണാൻ കഴിയും. അതുമാത്രം നിങ്ങൾക്കൊന്ന് ഹോംവർക്ക് ചെയ്യാമോ? നല്ല വിവേകത്തോടു കൂടെ. ഞാനിപ്പോൾ 3-4 ഘട്ടങ്ങൾ പറഞ്ഞില്ലേ, ഇനിയും മുന്നോട്ട് പോകണം. ഓരോ അതിരുകൾ പിന്നിടുന്ന ഞാൻ മോശയെ മാത്രമല്ല, ആത്മീകമായി ദൈവത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും പറയാം, നിങ്ങളൊരു ദൈവവിശ്വാസിയാണെങ്കിൽ സർവശക്തനായ ദൈവത്തെ മനസ്സിലാക്കി കാൽവരി ക്രൂശിൽ തൻ്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തുവേശുവിൻ്റെ പരമയാഗം നമ്മുടെ പാപമോചനത്തിനാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് ആത്മീക ജീവിതത്തിൻ്റെ മാനം കണ്ടെത്തിയ മനുഷ്യനാണെങ്കിൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, എല്ലാ കാലത്തും അതിരിനിപ്പുറ കടക്കുകയല്ല. മനുഷ്യ ജീവിതത്തിൽ പല അതിരുകളുണ്ട് പ്രിയപ്പെട്ടവരെ. മോശയ്ക്ക് ഈ പറഞ്ഞതുപോലെ 3 മാസക്കാലം സ്വന്തം അമ്മയുടെ അപ്പൻ്റെയും കൂടാരത്തിൽ, അത് കഴിഞ്ഞ് ഞാങ്ങണപ്പെട്ടകത്തിൽ, അത് കഴിഞ്ഞ് ഫറവോന്യ കൊട്ടാരത്തിൽ, അത് കഴിഞ്ഞ് യിത്രോവിൻ്റെ വീട്ടിൽ, അത് കഴിഞ്ഞ് മരുഭൂമിയിൽ ആടുകളുടെ കൂടെ, അത് കഴിഞ്ഞ് ഇസ്രായേലിലേക്ക് അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിലേക്ക് ഫറവോൻ്റെ കൊട്ടാരത്തിലേക്ക്, അങ്ങനെ ഓരോ അതിരുകൾ കടന്നു പോകുന്ന മോശയെ നിങ്ങൾ കാണുന്നില്ലേ? എന്നതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് അതിരുകളുണ്ട്. ആത്മീകമായ നിലവാരത്തിൽ പ്രാർത്ഥിച്ചും ദൈവത്തിൽ ആശ്രയിച്ചും കർത്താവിൽ പുകഴും ദൈവത്തിൻ്റെ കൃപയിൽ ബലപ്പെട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്നൊരു കാര്യം പറയാം. അതിരുകൾ കടത്തി വിടുന്നൊരു ദൈവമുണ്ട് ബൈബിളിൽ. ആരെയൊക്കെ? യോസേപ്പിനെ, മോശയെ, ദാവീദിനെ, എസ്തേറിനെ, രൂത്തിനെ, ഇവരെയൊക്കെ ഓരോരോ അതിരിനിപ്പുറയിട്ട് തീർക്കാൻ നോക്കിയ സ്ഥാനത്ത് അതിരുകൾ കടത്തിവിടുന്ന ദൈവത്തിൻ്റെ കരുതലും കരുണയും എത്രയോ പ്രാവശ്യം വേദപുസ്തകത്തിൽ കണ്ടിട്ടുണ്ട്.
മനുഷ്യനെ ഒതുക്കപ്പെട്ടിടത്ത് നിന്ന് അതിരുകൾ കടത്തി അങ്ങ് നിത്യത വരെ കൊണ്ടുപോകുന്ന ഒരു ദൈവത്തെയാണ് വേദപുസ്തകത്തിൽ മുഴുവൻ കാണാൻ കഴിയുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ വാക്യം വായിക്കുമ്പോൾ പരിശുദ്ധാത്മ നിയോഗത്തോടെ നിങ്ങളിൽ ആർക്കൊക്കെയോ വേണ്ടി ഞാൻ പറയാം. ഇപ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൻ്റെ മരുഭൂമിയിലായിരിക്കാം നിങ്ങൾ. ഈ മരുഭൂമിയിലൂടെ വട്ടം കറങ്ങിയായിരിക്കാം. നിങ്ങൾ ജീവിക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുകയായിരിക്കാം. പക്ഷെ നിങ്ങൾ വിശ്വസിക്കുക, ഈ അതിരും കടക്കും, ഈ അതിരും കടക്കും, ഈ മരുഭൂമിയും കടക്കും. ഈ മരുഭൂമിക്കപ്പുറം കയറിയാൽ ആൾ മാറുക. മരുഭൂമിയിലും മരുഭൂമിക്കിപ്പുറമൊക്കെ ഒരാട്ടിടയനാണ് മോശ. മരുഭൂമിക്കപ്പുറത്തേക്ക് ചെന്നപ്പോഴേക്കും ആൾ മാറി. എത്രത്തോളമാണെന്ന് പറയാൻ പറ്റുമോ? എത്ര ശ്രേഷ്ഠമായിട്ടാണെന്ന് പറയാൻ പറ്റുമോ? ചില വാചകങ്ങൾ ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം. വേദപുസ്തക പരിചിതരായിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി മോശയോട് ദൈവമായ കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ ഫറവോന് ദൈവമാക്കുകയാണ്, ഞാൻ നിന്നെ അഹരോന് ദൈവമാക്കുകയാണ്. നോക്കി, മരുഭൂമി എന്ന ആ വലിയ പ്രദേശത്തിൻ്റെ അതിര് കടന്ന് അപ്പുറത്തേക്ക് കയറിയാൽ, അതിന് ഭാഗ്യമുണ്ടായാൽ, ഇപ്പറ നിന്നുകൊണ്ട് പർവ്വതം കാണുകയല്ല, ഇപ്പറ നിന്നുകൊണ്ട് മുൾപ്പടർപ്പ് കാണുകയല്ല. അതാണ് ദൈവത്തിൻ്റെ പർവ്വതം എന്നൊരു ടൂറിസ്റ്റ് ഗൈഡ് ചൂണ്ടിക്കാണിക്കുന്നത് പോലെ ഇങ്ങനെ നിന്നുകൊണ്ട് കാണുകയല്ല. ഈ മരുഭൂമി താണ്ടി അക്കരയ്ക്ക് കയറണം, ദൈവത്തിൻ്റെ പർവ്വതത്തോടെ എത്തണം, പരിമിതികളെ പൊളിക്കണം. നിങ്ങളോട് പരിശുദ്ധാത്മ പ്രേരണയിൽ പറയുക, ഒരു സെറ്റപ്പിൽ ഒതുങ്ങിപ്പോയിട്ടുണ്ടോ എന്നൊന്ന് പരിശോധിക്കാമോ? നിങ്ങളുടെ മേൽ അസാധാരണമായ ദൈവത്തിൻ്റെ വിളിയുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമാക്കാമോ? അതിന്നോ ഇന്നലെയോ നിങ്ങളൊരു കുടുംബിനിയായപ്പോഴോ ഒരു അപ്പനായപ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യത്ത് നിങ്ങൾ എത്തിപ്പെട്ടപ്പോഴൊന്നുമല്ല. നിങ്ങളുടെ ജീവിതത്തിൻ്റെ വഴിത്തിരിവിൻ്റെ കാലത്ത് സർവശക്തനായ ദൈവം നിങ്ങളുടെ അകത്ത് തന്നിരിക്കുന്ന ആത്മീക പ്രകാശനം അന്ന് സ്വർഗം ചില പദ്ധതിക്ക് വേണ്ടി ഒരുക്കി. പക്ഷേ ജീവിതത്തിൻ്റെ പ്രത്യേക ഘട്ടങ്ങളിൽ എന്തൊക്കെയോ കാര്യങ്ങൾ നിമിത്തം നാം തന്നെ ഒപ്പിച്ചു വെച്ച വഴികളുടെ ആ പശ്ചാത്തലത്തിൽ നമ്മൾ മരുഭൂമിക്കകത്ത് കുറച്ച് നാളുകളായി കറങ്ങുക. പക്ഷെ കർത്താവ് ഇന്ന് പറയുന്നു, തല ഉയർത്തി നോക്ക്, മുന്നോട്ട് നടക്ക്. ദൈവമായ കർത്താവ് ഈ മരുഭൂമിക്കപ്പുറം വെച്ചിരിക്കുന്ന പർവ്വതം, ദൈവത്തിൻ്റെ പർവ്വതം, ആ പർവ്വതത്തിലെത്തിയാൽ നമ്മുടെ അഡ്രസ്സ് മാറും, നില മാറും, വില മാറും, ധൈര്യശാലിയായി മാറും. എവിടെ നിന്ന് പേടിച്ചോടിയോ അവിടേക്ക് ദൈവം നിന്നെ നയിക്കും. ഒരടിമയെപ്പോലെ ആരും കാണാതെ ഒളിച്ചു പാർക്കുന്നിടത്ത് അടിമത്തം അനുഭവിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുടെ വിമോചകനാക്കി ദൈവം മാറ്റും. ദൈവത്തിനതെല്ലാം കഴിയും. അതുകൊണ്ട് ഈ വാക്യത്തിലൂടെ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുന്നത്, സർവശക്തനായ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ അതിരുകൾക്കിപ്പുറ കടന്ന് കറങ്ങാതെ, മരുഭൂമി കൊണ്ട് ജീവിതം തീർക്കാതെ, ഓരോരോ അതിരുകൾ കടന്നു പോകേണ്ട അതത് സമയത്ത് അതിരുകൾ കടന്ന് മുന്നോട്ട് പോയേക്കണം. ഗലാത്യ ലേഖനത്തിൽ എവിടെയോ വായിക്കുന്നത് പോലെ ഒരു കാലഘട്ടത്തിലൊക്കെ നമുക്ക് വിശ്വാസം വരുന്നത് വരെയും നമ്മൾ സത്യം അറിയുന്നത് വരെയും ആരോ നമ്മുടെ അടുക്കൽ ഈ കാര്യങ്ങൾ ഗ്രഹിപ്പിക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവ് നിങ്ങളെ ഒരുപക്ഷെ ഈ കാര്യങ്ങൾ ബോധിപ്പിക്കുന്ന ഒരു അഭിഷിക്തൻ്റെ അടുക്കലേക്ക് ദൈവം അയക്കുകയോ അഥവാ അങ്ങനെ ഒരാളുടെ അടുക്കലേക്ക് നിങ്ങൾ പോവുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുവരെയുള്ള കാലഘട്ടം ഒരു ശിശുപാലകൻ്റെ കീഴെ ഒതുക്കപ്പെട്ടതുപോലെ ഒതുക്കപ്പെട്ട് കിടക്കും. പക്ഷേ നിങ്ങളിൽ വിശ്വാസം വന്നാൽ, നിങ്ങളിൽ ഈ പരിമിതികൾ പൊളിഞ്ഞാൽ, നിങ്ങൾ ആത്മീകത്തിൻ്റെ അടുത്ത പർവ്വതത്തിലേക്ക് കയറാൻ തുടങ്ങിയാൽ, ആത്മതലത്തിൻ്റെ അഗ്നിജ്വാലകൾ നിങ്ങളുടെ അന്തരാത്മാവിൽ നിങ്ങൾക്ക് തെളിഞ്ഞു കാണാൻ തുടങ്ങിയാൽ, ദൈവശബ്ദം കേൾക്കാൻ തുടങ്ങിയാൽ, നിങ്ങളുടെ സ്ഥിതി മാറുകയാണ് കേട്ടോ. നിങ്ങളുടെ നില മാറുകയാണ്, നിങ്ങളുടെ വില മാറുകയാണ്, നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വലിയ പദ്ധതികൾക്ക് മാറ്റം വരികയാണ്. ഈ കാര്യങ്ങളെല്ലാം ദൈവം നിറവേറ്റാൻ പ്ലാൻ ചെയ്യുക. അതുകൊണ്ട് ഇപ്പോളായിരിക്കുന്ന അവസ്ഥയ്ക്കപ്പുറം ഒരു ദൈവീകമായിരിക്കുന്ന ഇടപാടുണ്ടെന്ന് ഒന്ന് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിക്കുക. ബാക്കി ദൈവം പ്രവർത്തിക്കും. പരിമിതികൾക്കകത്ത് നിൽക്കരുത്, അതിരുകൾ കടന്നു പോകണം. മനുഷ്യജീവിതത്തിൽ വീട് വിട്ടിറങ്ങിപ്പോണമെന്നല്ല ഈ പറയുന്നത്. ആത്മതലത്തിലെ അതിരുകൾക്കിപ്പുറം നിൽക്കരുത്. ഈ മതിൽക്കെട്ടിനും മരുഭൂമിക്കൊക്കെ അപ്പുറം ദൈവീക പദ്ധതികളുണ്ട്. അവിടേക്ക് പോകാൻ കർത്താവിൽ ആശ്രയിക്കണം. അതിനാരുടെയെങ്കിലും കൂട്ടോ പ്രാർത്ഥനയൊക്കെ വേണമെങ്കിൽ ആ കാര്യങ്ങൾ നിങ്ങൾ സന്തോഷത്തോടെ കൈക്കൊള്ളണം. അത് സ്വീകരിച്ചപ്പുറം കിടക്കണം. എങ്കിൽ നമ്മൾ വിചാരിക്കാത്ത നിലവാരത്തിലേക്ക് പ്രത്യേക പദവികൾ തന്ന ദൈവം നമ്മെ മാനിക്കും. ഇപ്പോൾ ഞാൻ നിർത്തട്ടെ. അതിരിനും മരുഭൂമിക്കൊക്കെ അപ്പുറം മറ്റൊരു ലോകമുണ്ട്, മറ്റൊരാത്മീകതയുണ്ട്, മറ്റൊരു ഉയർച്ചയുണ്ട്, മറ്റൊരു വളർച്ചയുണ്ട്. അവിടെ എത്താതെ എത്രയോ പേർ ഈ മരുഭൂമി കൊണ്ട് ഒതുങ്ങിപ്പോകുന്നു, ഇവിടം കൊണ്ട് തീരുന്നു. അത് നമുക്ക് സംഭവിക്കരുത്. അടുത്ത തലത്തിലേക്ക് കയറാൻ കർത്താവ് നിങ്ങളെ
കൈകാട്ടി വിളിക്കുന്നു. അതിന് വിധേയപ്പെടാം. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസം. ഒരുപാട് പരിമിതികൾക്കകത്ത് ജീവിക്കുന്നവരാ ഞങ്ങളീ പലരും. കർത്താവേ, മോശയെക്കുറിച്ച് ഇന്ന് ഞങ്ങൾ വായിച്ചതുപോലെ ഓരോ കടമ്പകൾ കടക്കുന്ന ഘട്ടങ്ങളുണ്ട്. ഇന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. മരുഭൂമി കൊണ്ട് ഒതുങ്ങിപ്പോകാതെ അതിനപ്പുറത്തേക്ക് കടക്കാൻ ചിലരെ ഈ ദിവസങ്ങളിൽ, ഈ മാസാവസാന ദിവസങ്ങളിൽ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അത് ചെയ്യുമെന്നുള്ള വിശ്വാസത്തോടെ എല്ലാവർക്കായി പ്രാർത്ഥിക്കുന്നു. അതിരിന് അപ്പുറത്തേക്ക്, നന്മയിലേക്ക്, ഉയർച്ചയിലേക്ക്, അധികാരത്തിലേക്ക്, അഭിഷേകത്തിലേക്ക് അവരെ നയിക്കട്ടെ. ദൈവം അത് ചെയ്യണം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ പിതാവേ. ആമേൻ.